1.5 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞ് ജീവിച്ച് തുടങ്ങിയത് പോലുമില്ല. ആ ഒരു കുട്ടിയെ അതിക്രൂരമായാണ് അഷ്കർ എന്ന് പറയുന്ന വ്യക്തി കൊന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ ശരീരത്തിൽ 91 ഓളം മുറിവുണ്ടെന്നാണ് ഡോക്ടർ തന്നെ പറഞ്ഞത്. അപ്പോൾ ആ കുഞ്ഞ് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ സത്യം പറഞ്ഞാൽ ഉള്ളൂ. അവനെതിരെ സോഷ്യൽ മീഡിയയിലും അവനും അവൻ്റെ ഭാര്യയ്ക്കുമെതിരെ, അതായത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കുമെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ശാപവചനങ്ങളും ചെറിയും അവനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നവർ കല്ലേറും അടിക്കാനൊക്കെ ഓങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു സംഭവം, ഇതുപോലത്തെ സംഭവം ഇത് ആദ്യത്തേതാണോ? എല്ലായ്പ്പോഴും കുട്ടികൾക്കെതിരെ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ രോഷാകുലരാകും, തെറി വിളിക്കും, തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ അടിക്കും, റിപ്പീറ്റ്. ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം എന്താണ് ഇതിൻ്റെ ബാക്കി? ജയിലിലിടും. പരമാവധി ശിക്ഷ എന്താണ്? ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്കുകയർ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ളവരെ 5 വർഷമെങ്കിലും ജയിലിൽ കൊണ്ടിടും. പൊതുജനത്തിൻ്റെ നികുതി വെച്ച് അവന് വേണ്ട ആഹാരം, പാർപ്പിടം, കാര്യം എല്ലാം ചെയ്യും. അവനും അവൾക്കും. അവന് വേണമെങ്കിൽ ഹർജി പോവാം. അത് എന്താണ്, കുറ്റവാളികൾക്കും നീതി ഉണ്ടെന്നുള്ളൊരു സാമാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് തന്നെയാണ് മെയിൻ പ്രശ്നം. ഞാൻ പലപ്പോഴും ഇതുപോലത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും കേട്ടിട്ടില്ല. ആ കാലപ്പഴക്കം ചെന്ന 1950 നിയമമാണ് നമ്മളിപ്പോഴും നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിയമം മാറുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം ആരും പ്രാധാന്യം ആയിട്ട് എടുക്കുന്നുമില്ല. എല്ലാവർക്കും എന്താണ് പ്രാധാന്യം? ഒരു MLA ഡെസ്കിൻ്റെ മുകളിൽ കുറേ മുട്ടായി വിതരണം ചെയ്തു. അയ്യോ, ജാതി മതം. ഇതാണോ വലിയ കാര്യം? ഒരു MLA കുട്ടികൾക്ക് മുട്ടായി കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് രോഷാകുലരാകുന്ന കുറേ ആളുകൾ, അതിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി വരെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ചിരി വരുന്നത്. അതാണോ പ്രാധാന്യമുള്ള വിഷയം? അതോ ഈ കുട്ടിക്കെതിരെ നടന്ന ഈ ഒരു കാര്യങ്ങളാണോ പ്രാധാന്യമുള്ള വിഷയം? നിങ്ങൾ തന്നെ ദയവ് ഒന്ന് ചിന്തിച്ച് നോക്ക്. പ്രതികരിക്കാം. ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണ്. നിയമങ്ങൾ മാറാൻ ശക്തമായിട്ട് പൊതുജനത്തിനും പ്രതികരിക്കാം. രാജ്യത്തിൻ്റെ നിയമം മാറാൻ ഇവിടെ സുപ്രീം കോടതിയുണ്ട്, രാഷ്ട്രപതിയുണ്ട്. അവർക്കൊക്കെ ഹർജി ഓരോരുത്തർക്കും വായിക്കാം. പക്ഷേ 2-3 ദിവസം ഇതുപോലെ രോഷാകുലരാവും. BGM ഇടും, ആ കുട്ടിയുടെ ഫോട്ടോ ഇട്ട്. എന്താണ്, നെഞ്ചുടിക്കിൻ അറിയാ കാലമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് BGM ഇട്ട് റീച്ച് കിട്ടി ലൈക്ക് കയറ്റും. അല്ലാതെ എന്താണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല. അടുത്ത വാർത്തയുടെ പുറകെ പോകും. നിങ്ങളും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഈ പറയുന്ന മന്ത്രിയും MLAയും ഒക്കെ ആ കുഞ്ഞിൻ്റെ നീതി അവിടെ പോയി. ഒത്തിരി പിടിച്ച് ജയിലിലിട്ടോ തൂക്കിക്കൊന്നിട്ടോ കാര്യമില്ല. സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലണം. UP ഒരു കുഞ്ഞിനെ നിലത്തെറിഞ്ഞു കൊന്നവനെ പോലീസ് എൻകൗണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. കുഞ്ഞിനില്ലാത്ത നീതി എന്തിനാണ് ഇതുപോലത്തെ മനുഷ്യരല്ല ജീവിക്കാൻ അർഹതയില്ലാത്ത എവനെ പോലെയുള്ളവർക്ക് വേണ്ടത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും. ഈ വീഡിയോ ഞാനിടുന്നത് റീച്ച് കിട്ടാനോ ലൈക്ക് കിട്ടാനോ ഒന്നുമല്ല. ഒരു മനുഷ്യനെന്ന രീതിയിൽ ഇത് ആവർത്തിച്ച് കണ്ട് ഉള്ള ഒരു മാനസിക വിഷമം കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, താങ്ക് യു.